വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ വിഭാഗങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ അവഗണിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യം എന്നുകൂടി മാർ തോമസ് തറയിൽ പറയുന്നു. മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അവകാശ ലംഘനമാണ്. കേരള മോഡൽ വികസന മാതൃകയ്ക്ക് ക്രൈസ്തവരുടെ പങ്ക് വലുതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനി നെൽ കർഷകരും റബ്ബർ കർഷകരും അവഗണിക്കപ്പെടുന്നു എന്നത് എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 15 കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ലോങ് മാർച്ച് നടത്താനുള്ള തീരുമാനവുമുണ്ട്. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. മെത്രാപ്പൊലീത്ത തോമസ് തറയിൽ ഇറക്കിയ ഇടയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ന് പള്ളികളിൽ ഈ ഇടയലേഖനം വായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ ഇടയലേഖനം ഉള്ളത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ക്രൈസ്തവ സമൂഹം ഇക്കാലം അത്രയും നേരിട്ടുകൊണ്ടിരുന്നത് എന്ന് ഓരോ പോയിന്റുകളും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ വിഭാഗങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കണ്ട് അവഗണിക്കുന്നു. ജസ്റ്റിസ് ബെഞ്ചമിൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ട് എന്ന് മാർ തോമസ് തറയിൽ പുറത്തിരിക്കുന്ന ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനസംഖ്യാപരമായി ന്യൂനപക്ഷ പദവി ലഭ്യമാകേണ്ടതാണ്. അത്തരത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് അവകാശപ്പെട്ട ന്യൂനപക്ഷ അവകാശം നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു അവകാശ ലംഘനമാണ് എന്നും വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, വികസന മാതൃക, കേരള മോഡൽ വികസന മാതൃക എന്നുള്ള രീതിയിൽ ഊറ്റം കൊള്ളാറുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെയും ആതുര സേവന രംഗത്തെയും ആരോഗ്യ രംഗത്തെയും എല്ലാം വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേരള മോഡൽ എന്ന് അവകാശപ്പെടാറ് സംസ്ഥാന സർക്കാർ. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ക്രൈസ്തവ സമൂഹമാണ്. ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത് ക്രൈസ്തവ സമൂഹമാണ്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള പ്രാധാന്യം ക്രൈസ്തവ സമൂഹത്തിന് ലഭ്യമാകുന്നില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഇപ്പോൾ വന്നിട്ടുള്ള ഇത്തവണത്തെ ബജറ്റിലുണ്ടായ നെൽ കർഷകരുടെയും അതുപോലെ തന്നെ റബ്ബർ കർഷകരുടെയും എല്ലാം അവർക്കെല്ലാം ഉണ്ടായ ഒരു അവഗണനയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് അതിരൂപത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 15 കർഷക രക്ഷാ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ഒരു ലോങ് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി മിഥുൻ.